നമസ്കാരം. പാലക്കാടിന്റെ മണ്ണിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ അവസാനത്തെ നമ്മുടെ ചിഹ്നമാണ്. നാളെ പരസ്യ പ്രചാരണം 5 മണിക്ക് അവസാനിക്കുകയാണ്. അതോടുകൂടി കഴിഞ്ഞ 30 ദിവസമായി പാലക്കാടിനെ ഉഴുതു മറിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ കോലാഹലങ്ങൾക്ക് അവസാനമാവുകയാണ്. ഓരോ ദിവസവും ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ അതിഗംഭീരമായ ഒരു ഇലക്ഷൻ പ്രചരണമാണ് പാലക്കാട് പൂർത്തിയാവുന്നത്. അവസാന നിമിഷം ഫോട്ടോ ഫിനിഷാണ്, ഇഞ്ചോടിഞ്ചാണ്. ആരാണ് മുന്നിലെന്ന് പറയാൻ കഴിയാത്തവണ്ണം നമ്മുടെ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടം പാലക്കാടിന്റെ മണ്ണിൽ നടക്കുമ്പോൾ ആരാണ് ഒരിഞ്ച് മുന്നിൽ? ഇന്ന് നമ്മുടെ ജനതയിൽ ശ്രീ OJ ജനീഷ് കോൺഗ്രസിന് വേണ്ടി, UDF വേണ്ടി, ശ്രീ M ശശികുമാർ BJPക്ക് വേണ്ടി, NDAക്ക് വേണ്ടി, ഒപ്പം ശ്രീ PM ആർഷോ CPM വേണ്ടി, LDF വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. ഒപ്പം പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തെ ജനങ്ങളും. ആദ്യം ശ്രീ ജനീഷ്, ഈ തെരഞ്ഞെടുപ്പ് നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് 2011 മുതൽ സിറ്റിംഗ് സീറ്റാണ് പാലക്കാട്. കഴിഞ്ഞ തവണ 3800 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിന് BJPയെ മറികടന്ന് നിങ്ങൾ 1ാം സ്ഥാനത്തെത്തിയ സീറ്റ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടം എത്തുമ്പോഴേക്ക് ആർക്ക് വിജയമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്യന്തം വാശിയേറിയ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയോ? സന്ദീപ് വാര്യരുടെ വരവ് നിങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവ് ആകും എന്ന് സംശയിക്കുന്ന ചില നേതാക്കളെങ്കിലും ഉണ്ട്. അങ്ങനെ ഉണ്ടോ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ആര് വിജയിക്കുമെന്നുള്ള ആശയക്കുഴപ്പം ഇവിടെ കോൺഗ്രസിനുമില്ല, പാലക്കാട്ടെ ജനങ്ങൾക്കുമില്ല. ഒരു സംശയവുമില്ലാതെ തന്നെ പറയാൻ സാധിക്കും, 15000 വോട്ടിൽ പരം ഭൂരിപക്ഷത്തിന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കും. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ കൂടി തന്നെ കോൺഗ്രസ് വിജയിക്കുമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ സന്ദീപ് വാര്യരെ പോലൊരാൾ കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് സഹകരിക്കാൻ വേണ്ടി തയ്യാറായി വരുമ്പോൾ ഞങ്ങൾ ആ സഹകരിക്കാനുള്ള സാധ്യതകൾ തുറന്നിട്ടു. അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. ഇന്നലെ മുതൽ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ BJPയുടെ ക്യാമ്പുകൾ വലിയ അങ്കലാപ്പിലാണ്, അവർ വലിയ ആശങ്കയിലാണ്. ആ ആശങ്ക BJPക്കാരെക്കാൾ കൂടുതൽ പ്രകടിപ്പിക്കുന്നത് CPM ആണെന്നുള്ള വ്യത്യാസം മാത്രമാണ് മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഞങ്ങൾ ഈ സീറ്റ് നിലനിർത്തുക തന്നെ ചെയ്യും. വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും. ശരി, അങ്കലാപ്പിലാണോ? ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങളുടെ ഭൂരിപക്ഷം 20,000-ലധികം ഭൂരിപക്ഷത്തോടു കൂടി BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ ചരിത്ര വിജയം നേടും ഈ പാലക്കാടിന്റെ മണ്ണിൽ. ഇപ്പോൾ ഒരു ജൂനിയർ മാൻഡ്രോക്കിനെ എടുത്ത് കൂടാരത്തിൽ കൊണ്ടുപോയ ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മുരളീധരൻ ആ അങ്കലാപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. തിരിച്ചു തരേണ്ടി വരുമോ ജൂനിയർ മാൻഡ്രോക്ക്? ഞങ്ങൾക്ക് വേണ്ട, അവർ തന്നെ വെച്ചോട്ടെ. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു അവർ തന്നെ വെച്ചോട്ടെ. കെസേര എന്നും സന്ദീപിനൊരു വീക്ക്നെസ് ആയിരുന്നു. എൻ്റെയൊക്കെ ജൂനിയറാണ്. 2014 കാലത്ത് സന്ദീപ് യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി, സന്ദീപ് ഫോർ ഒറ്റപ്പാലം. വള്ളൂർനാട് ജില്ല രൂപീകരിക്കണം. സന്ദീപ് ചില പ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ മിടുക്കനാണ്. ഒരു സ്ഥാനം കൈയടക്കാനും അതിനുവേണ്ടി പ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ മിടുക്കും. അത്യന്തം ഡിവിസീവ് ആയിട്ടുള്ള ഒരു മുദ്രാവാക്യം. പാലക്കാട് ജില്ലയെ വിഭജിച്ചുകൊണ്ട് വള്ളൂർനാട് ജില്ല രൂപീകരിക്കണം. പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിലെ ഒരു ജനതയുടെ ഭാഷയുണ്ട്, ഡയലക്റ്റ് ഉണ്ട്. അതിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ച് സംസാരിച്ച ഒരു പാരമ്പര്യമുണ്ട് സന്ദീപിന്. നമ്മുടെ ഓർഡിനറിയിലൊക്കെ ബിജു മേനോൻ പറയുന്ന ആ ഭാഷയുണ്ടല്ലോ, ആ ഭാഷയിനൊക്കെ വളരെ മ്ലേച്ഛമായി അധിക്ഷേപിച്ച ഒരു പാരമ്പര്യമുണ്ട്. ഇത്തരം എല്ലാ തെറ്റുകളും എല്ലാ കാലത്തും ആവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ്. അതൊക്കെ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. സന്ദീപ് അന്ന് ആരല്ല, ഒരു യുവമോർച്ച ജില്ല, അതൊക്കെ പാർട്ടി അന്ന് തന്നെ തിരുത്തി ആ ഫേസ്ബുക്കൊക്കെ ഞങ്ങൾ സ്ഫുടം എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാൾ പരാജയപ്പെട്ടു. സന്ദീപിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൂടാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ. ഇനി സന്ദീപിന് ധൈര്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതാം, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ തുപ്പൽ ചേർക്കുന്ന, മനുഷ്യനെ ഭക്ഷണത്തിന്റെ പേരിൽ വിഭജിക്കുന്ന ആ മലീമസമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു ആചാരമുണ്ടല്ലോ, ഹലാൽ എന്ന ആചാരം, അതിനെ അനുകൂലിച്ചുകൊണ്ട് സന്ദീപിന് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ തുപ്പൽ ചേർക്കുന്നതാണ് ഹലാൽ എന്ന് അങ്ങയോട് ആരാണ് പറഞ്ഞത്? അതായത് നമ്മൾ കണ്ടതല്ല. ഒരു 2 കൊല്ലം മുന്നേ കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും ഹലാലുകൾ ഉണ്ടായിരുന്നു, ഹലാൽ ചിക്കൻ ഉണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഹോട്ടലുകളിൽ ഹലാൽ ചിക്കൻ വയ്ക്കുന്നുണ്ടോ? ഇവർ സന്ദീപ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വിദ്വേഷത്തിന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് മാറുന്നതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്വേഷ പ്രചരണമാണ് അങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സമുദായത്തിൽ തന്നെ സംരംഭകരായിട്ടുള്ള
ഹോട്ടൽ രംഗത്തുള്ള ആളുകൾ രംഗത്ത് വന്നു. ഞങ്ങളുടെ ബിസിനസ് തകരുകയാണ്. ഈ സമ്പ്രദായം അങ്ങനെ അനുവദനീയമായ ഭക്ഷണം എന്ന് മാത്രമേ ഹലാലിന് അർത്ഥമുള്ളൂ. അല്ലാതെ വെറുതെ ഈ തുപ്പല് ചേർക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ വെറുതെ ആണോ ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത്? സുരേന്ദ്രനാണ്. ആ ഒരു മുന്നേറ്റം നടക്കുമ്പോൾ അതിനെ പിന്നിൽ നിന്ന് കുത്താനാണ് സന്ദീപ് ശ്രമിച്ചത്. ഇനി സന്ദീപിന് സ്വൈരമായി ജനങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് കേരളത്തിലെ ഹോട്ടലുകളിൽ ഹലാൽ സ്റ്റിക്കർ ഉണ്ടോ? അത് പറയൂ. എവിടെ പോയി ആ ഹലാൽ മൂവ്മെന്റ്? എവിടെ പോയി? എന്തിനാണ് അങ്ങനെ ഒരു വിഭജനം? യോഗ്യമായ ഭക്ഷണമാണോ എന്ന് സർട്ടിഫൈ ചെയ്യാൻ അതോറിറ്റികളുണ്ട്. ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കേഷൻ എന്തിനാണ്? മതത്തിന്റെ പേരിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തിനാണ് മതം കൂട്ടിക്കല? ശരി, ഓക്കെ. ശ്രീ ആർഷോ, തെരഞ്ഞെടുപ്പിന് ഇപ്പോ 2 ദിവസത്തിന്റെ അകലമേ ഉള്ളൂ. നാളെ പ്രചരണം അവസാനിക്കുകയാണ്. അവസാന നിമിഷം സന്ദീപ് വാര്യരെ ഉള്ളിൽ ചേർത്ത് ഒരു വലിയ ഇന്നലത്തെ UDYF-ന്റെ റാലിയൊക്കെ കണ്ടു കാണല്ലോ. ഒരു തരംഗമായി UDF മാറുകയാണോ? നിങ്ങൾ പിറകിപ്പോയോ? അല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ ശക്തമായി തന്നെ ഞങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് മുന്നേറിയതിൻ്റെ അനുഭവം ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നല്ല നിശ്ചയമുണ്ട്, പൊതുസമൂഹത്തിന് നിശ്ചയമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടം എത്തുമ്പോഴും ഞങ്ങളുടെ മുന്നേറ്റത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റ് 2 ക്യാമ്പുകൾക്കകത്തും വലിയ പൊട്ടിത്തെറികൾ, കൊഴിഞ്ഞുപോക്കുകൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ ക്യാമ്പിനകത്തും BJP-യുടെ ക്യാമ്പിനകത്തും ഒരേപോലെ സമാനമായ നിലയിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. 2 ഇടങ്ങളിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഏത് നിലയിലാണ് ഞങ്ങളെ ബാധിക്കുക എന്ന ചോദ്യം അങ്ങ് ഉയർത്തിയതിനകത്ത് തന്നെ വലിയ പ്രശ്നമുണ്ട്. ഞങ്ങളെ ഒരു നിലയ്ക്കും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒറ്റ മനസ്സായി ഒരൊറ്റ ശരീരമായി ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാകെ അതിശക്തമായ നിലയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലാണ്. അത് കൂടുതൽ ശക്തിയോടുകൂടെ തന്നെ അടുത്ത 2 ദിവസവും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി കഴിഞ്ഞ 13.5 വർഷക്കാലം പാലക്കാട് നിയോജക മണ്ഡലത്തെ വികസന മുരടിപ്പിന്റെ കേന്ദ്രമാക്കി മാറ്റിയ പാലക്കാട് MLA-ക്കെതിരെ പാതി വഴിയിൽ ഈ പാലക്കാട്ടെ ജനതയെ ഉപേക്ഷിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തെ സംഘപരിവാറിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള RSS-മായി തയ്യാറാക്കിയ ഡീലിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്താകും. സമാനമായ നിലയിൽ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നഗരസഭയ്ക്കകത്ത് വെച്ചാണ്. കഴിഞ്ഞ 8 വർഷക്കാലം ഈ നഗരസഭയെ കുളം തോണ്ടുന്നതിന് വേണ്ടി BJP നയിച്ച നഗരസഭാ ഭരണകൂടം, ആ ഭരണകൂടം നടത്തിയ പ്രവർത്തനങ്ങൾ അതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. വികസനം കണി കാണാൻ കഴിയാത്ത നിലയിലേക്ക് ഏറ്റവും മോശം നഗരമായി പാലക്കാട് നഗരത്തെ മാറ്റിയതിന്റെ അനുഭവം ഈ നാടിനുണ്ട്. ഇതിനൊക്കെ മറുപടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. അതിശക്തമായ ഭൂരിപക്ഷത്തോടുകൂടെ പാലക്കാട് നിയോജക മണ്ഡലം ഇടതുപക്ഷം തിരിച്ചുപിടിക്കുന്ന ഉപതെരഞ്ഞെടുപ്പായിട്ട് മാറും. ജനീഷ് നോക്കൂ, ഇവിടെ ഇപ്പോ UDF-നെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്, BJP-യാണ് മുഖ്യ എതിരാളി. അപ്പോൾ എങ്ങാനും ഒരു പാളിച്ച സംഭവിച്ചാൽ എടുത്ത സ്ട്രാറ്റജി മുഴുവൻ, രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം മുതൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം വരെ മുഴുവൻ തെറ്റിപ്പോകും. അങ്ങനെ ഒരു വലിയ പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 കൊല്ലത്തെ ദൂരം മാത്രമേ ഉള്ളൂ. ആ റിസ്ക് എന്നുള്ളത് ഉൾക്കൊള്ളുന്നുണ്ടോ? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ന് യാതൊരു റിസ്ക്കുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുള്ളത്. BJP-യുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികളിൽ നിന്ന് 18ഓളം വരുന്ന കൗൺസിലർമാർ തന്നെ തുടക്കത്തിൽ തന്നെ മാറി നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. BJP-യുടെ സ്ഥാനാർത്ഥി അങ്ങനെ ഒരു പൊതു സ്വീകാരനായ സ്ഥാനാർത്ഥിയല്ല. ഈ ശ്രീധരനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് രാഷ്ട്രീയമായ വോട്ടുകൾ കുറെ കൂടി സ്വാംശീകരിക്കാൻ സാധിച്ചതുകൊണ്ട് BJP-ക്ക് വിജയത്തിലേക്ക് അടുത്തെത്താൻ സാധിച്ചു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് അത്തരത്തിലൊരു മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവ് ഇന്ന് കോൺഗ്രസ് പാളയത്തിൽ വന്നിരുന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ജയിക്കാൻ പോകുന്ന ആരാണെന്നുള്ള ചോദ്യത്തെ സംബന്ധിച്ച് ഇടതുപക്ഷവും BJP-യും നമ്മൾ തർക്കിക്കേണ്ടതില്ല. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കും. നേരത്തെ ആർഷോടെ പറഞ്ഞു വികസന മുരടിപ്പിനുള്ള മറുപടിയാകുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 13.5 വർഷക്കാലം ഈ നിയമസഭാ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച ഷാഫി പറമ്പിൽ MLA-യുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ ഞങ്ങൾ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. ഇവിടെ CPM-ന് കേരളത്തിന്റെ ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം അച്ചടിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണ നേട്ടത്തിന് ഒരു വോട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കാനോ ഈ നിമിഷം വരെ ധൈര്യമുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകേണ്ട സാഹചര്യമില്ലെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ
തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വളരെ കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കും. ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ കോട്ടായി മാറും. തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണ് എന്നാണ് ആർഷോ തൊട്ടു മുമ്പ് പറഞ്ഞു വെച്ചത്. ചേലക്കരയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. അവിടെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത്? സാഹചര്യം വ്യത്യാസമാണ് എന്നാണ് ഇവർ പറയാൻ പോകുന്ന മറുപടി. തൊട്ടു മുമ്പാരായിരുന്ന MLA UR പ്രദീപ് ആയിരുന്നു MLA. UR പ്രദീപിനെ മാറ്റി K രാധാകൃഷ്ണൻ മത്സരിപ്പിച്ചു. K രാധാകൃഷ്ണൻ മാറ്റി UR പ്രദീപിനെ മത്സരിപ്പിച്ചു. അതിനുള്ള മറുപടി അവിടെ ചേലക്കരയിലെ ജനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാഷ്ട്രീയമായി എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഞങ്ങളൊരു സർജിക്കൽ സ്ട്രൈക്കാണ്. അത് ഞങ്ങൾ വളരെ വിദഗ്ധമായി തന്നെ വടകരയിൽ വിജയിപ്പിച്ചിട്ടുണ്ട്. പാലക്കാടും ഞങ്ങളത് വിജയിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യും. ശരി, അവിടെ ഇവിടെ ആരാണ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉണ്ട്. ഇപ്പൊ താങ്കൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളാണ്. BJPക്ക് ഭരണമുള്ള സംസ്ഥാനത്തെ ഏക മുനിസിപ്പാലിറ്റി. അപ്പോൾ BJPയെ ജയിപ്പിച്ചാൽ എന്തോ വലിയ കാര്യമെന്ന് ജനങ്ങളോട് പറയുമ്പോൾ ദാ ഈ ഭരണം കൂടി വിലയിരുത്തും, ആ ഭരണം കൂടി വിലയിരുത്തുന്ന വിധിയെഴുത്താകും എന്ന് ശ്രീ ശശികുമാറിന് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അതെ, കേരളത്തിൽ ആദ്യമായിട്ട് BJP ഭരണസമിതി പിടിച്ചെടുക്കുന്നത് പാലക്കാട് നഗരസഭയിലാണ്. ആ ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീമതി പ്രമിള ശശിധരനും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണവുമാണ്. ആ ഭരണത്തിൽ വികസനം കൺമുന്നിൽ കണ്ടതുകൊണ്ടാണ് പാലക്കാട് ജനത 28 സീറ്റുകളുമായി 28 സീറ്റുകളിൽ ഒന്നാമതും 11 സീറ്റുകളിൽ രണ്ടാമതുമാണ് BJP ചരിത്ര വിജയം നൽകിക്കൊണ്ട് ഞങ്ങൾ രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത്. റെക്കോർഡ് കാലയളവിൽ നരേന്ദ്രമോദി സർക്കാർ പാലക്കാടിന് അനുവദിച്ച 320 കോടി രൂപയുടെ അമൃത് പദ്ധതി റെക്കോർഡ് കാലയളവിൽ സമയബന്ധിതമായി വിജയകരമായി നടപ്പിലാക്കിയ ചരിത്രം BJPക്കുണ്ട്. ഈ പാലക്കാട്ടെ കുടിവെള്ള പദ്ധതി 140 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി, ഈ പാലക്കാട്ടെ റോഡുകൾ നവീകരിച്ച BMBC നിലവാരത്തിൽ റോഡുകൾ നവീകരിച്ച പാലക്കാട് നഗരസഭയുടെ റോഡുകളോ? BMBC 135 കിലോമീറ്റർ റോഡ് ഞങ്ങൾ രണ്ടാം ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ അമൃത് പദ്ധതി ഞാൻ പറയാം, പൊളിച്ചിട്ടിരുന്നു. രണ്ടാം ഭരണസമിതി 30 കോടി രൂപ വിനിയോഗിച്ച് റെക്കോർഡ് കാലയളവിൽ ഈ റോഡുകൾ മുഴുവൻ BMBC നിലവാരത്തിൽ റീടാറിംഗ് നടത്തി. PWയുടെ കയ്യിലുള്ള റോഡുകൾ എന്ത് ചെയ്തു? ഇവിടെ ഈ സ്റ്റേഡിയം മുതൽ കൽവാക്കുളം വരെ ഒരു ബൈപ്പാസ് ഉണ്ട്. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ബൈപ്പാസ്, ടൗൺ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഒരു ബൈപ്പാസ് ഉണ്ട്. റോഡ് നവീകരിച്ചു എന്നൊക്കെ പാലക്കാട്ടെ ജനങ്ങളുടെ മുന്നിൽ വന്നെന്ന് പറയരുത്. മേലാമുറി ബൈപ്പാസ് നിങ്ങൾക്ക് പറയാനുണ്ടോ? ടൗണിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഒരു റിംഗ് റോഡ് ഡെവലപ്പ് ചെയ്യാൻ 13 വർഷമായി MLAക്ക് സാധിച്ചോ? സർക്കാരിന് ഈ സർക്കാർ പാലക്കാടിന് വേണ്ടി നൽകിയ ഒരു പദ്ധതി പറയാം. ശരി, ഒരു പദ്ധതി പറ. ശരി, എന്നിട്ട് നിങ്ങൾ പറ. ശരി ആർഷോ, ഇവിടെ നമ്മളിപ്പോ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തെ കുറിച്ച് ചോദിച്ചു. അതിനപ്പുറത്ത് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭരണം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാകുമെന്ന് ഇപ്പൊ മുഖ്യമന്ത്രി ഇന്ന് പാലക്കാടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? സാധാരണ നിലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു തരത്തിലുള്ള ലിറ്റ്മസ് ടെസ്റ്റ് ആവേണ്ടതല്ലേ? ഇത് സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാകും എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആർജവ കുറവുമില്ല. ഞങ്ങൾ ഈ നാടിനോട് ആവർത്തിച്ച് പാലക്കാട്ടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറുന്നതിന് മുൻപ് കേരളത്തിലെ ഓരോ മേഖലയും, അത് വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും, അത് പൊതുജനാരോഗ്യ രംഗമാണെങ്കിലും, അത് കേരളത്തിന്റെ വ്യവസായ മേഖലയാണെങ്കിലും, സമസ്ത മേഖലകൾക്കകത്തും കേരളത്തിലുണ്ടായ മാറ്റം, കേരളത്തിലുണ്ടായ വികസനം ഈ നാടിനോട് എണ്ണിപ്പറഞ്ഞുകൊണ്ട് ആ നിലയ്ക്ക് കേരളത്തിന്റെ മുഖം മാറുന്ന ഘട്ടത്തിൽ പാലക്കാട് നിയോജക മണ്ഡലം എങ്ങനെയാണോ അതിനോട് പിന്തിരിഞ്ഞു നിന്നത് എന്നതിനെക്കുറിച്ച് ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ വെക്കുന്ന ഉറപ്പും 13.5 കൊല്ലം കൊണ്ട് UDFന്റെ ജനപ്രതിനിധിക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സാധ്യമാകാതിരുന്ന വികസന പ്രവർത്തനം വരാനിരിക്കുന്ന 1.5 വർഷക്കാലം, 1.5 കൊല്ലത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ, വരാനിരിക്കുന്ന 1.5 വർഷക്കാലത്തിനകം പൂർത്തീകരിച്ചതിന് ശേഷമേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലേക്ക് വോട്ട് ചോദിച്ചു പോകൂ എന്ന് ആർജവത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ BJPയുടെ പാരമ്പര്യമുള്ള വികസന പ്രവർത്തനത്തെ കുറിച്ചൊക്കെ വലിയ വായില് BJPയുടെ പ്രതിനിധി പറയുന്ന നിലയുണ്ടായി. അദ്ദേഹം പറയുക പാലക്കാട് നഗരസഭയുടെ
റോഡൊക്കെ വളരെ മികച്ച റോഡാണ്. ആ റോട്ടിലേക്ക് നോക്കിയാൽ എങ്ങനെ നമ്മുടെ മുഖം ഇങ്ങനെ പ്രതിഫലനം ആകെ കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റി ഉള്ളത്. കേരളത്തിൽ ആകെ ഒരു മുനിസിപ്പാലിറ്റി നഗരസഭ എങ്ങനെ കുട്ടിച്ചോറാക്കാം നാടിന് മുൻപിൽ അവതരിപ്പിച്ച് കാണിച്ച ആളുകളാണ് ഞങ്ങൾ നിയമസഭ ജയിക്കാൻ വേണ്ടി പോവാണെന്ന് പറയണത്. ഈ നാട്ടിലെ ഈ മുനിസിപ്പാലിറ്റി കീഴിലുള്ള റോഡുകൾ നോക്കാൻ നമുക്ക് ഈ മുനിസിപ്പാലിറ്റി ടൗൺ ഹാള് പൊളിച്ചിട്ടിട്ട് എത്ര കൊല്ലം ഇവരിപ്പോഴും ചോദിച്ചാൽ പറയും അത് ഷാഫിക്ക ഞങ്ങളോട് പൊളിക്കാൻ പറഞ്ഞു, ഞങ്ങൾ പൊളിച്ചാണ്, പിന്നെ ഷാഫിക്കാനെ കാണാനില്ല. ഓരോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഷാഫിക്ക പൊളിക്കാൻ പറഞ്ഞു, ഞങ്ങൾ പൊളിച്ചു, പിന്നെ ഷാഫിക്കാനെ കാണാനില്ല. ഈ തെരഞ്ഞെടുപ്പ് ഭൂമിയിലേക്ക് BJP ഇറങ്ങിയത് തന്നെ ഷാഫിക്കയും VD സതീശനും കൊടുത്ത ഉറപ്പുണ്ട് കുറച്ച് വോട്ടുകൾ ഞങ്ങൾ അങ്ങോട്ട് തരാം. അതും കാത്തിങ്ങനെ ഇരിക്കാണ് ഷാഫിക്ക് ഇപ്പൊ വോട്ടും കൊണ്ട് വരുന്നുള്ളത്. നിങ്ങളാ ഇക്കാനെ കാത്തിരിക്കലേ ഉണ്ടാകുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ BJP ഇതുവരെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ല, തുടർന്നും തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഉണ്ടായില്ല. മൂന്നാം സ്ഥാനത്തേക്ക് ഇതിനോടകം പോയ BJP ആരെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് VD സതീശൻ ആൻഡ് കമ്പനി മാത്രമാണ്. BJP മൂന്നാം സ്ഥാനത്തേക്ക് പോകും, VD സതീശൻ ആൻഡ് കമ്പനി രണ്ടാം സ്ഥാനത്തൊതുങ്ങും. എങ്ങനെയാണോ വട്ടിയൂർക്കാവിലെ മൂന്നാം സ്ഥാനത്ത് നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു കയറിയത് സമാനമായ നിലയിൽ ചോദ്യം കേൾക്കാനുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഹർഷ പറഞ്ഞത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേയുള്ള ചർച്ചകളൊന്ന് ആലോചിച്ച് നോക്കുകയായിരുന്നു. ഞങ്ങൾ ഈ നാട്ടിലെ നെൽകർഷകരുടെ പ്രശ്നം പറഞ്ഞു. ഇവര് പറഞ്ഞത് ജനങ്ങളോട് ചോദിക്കാം. അത് പറയാം. ഞങ്ങൾ ഈ നാട്ടിലെ നെൽകർഷകരുടെ പ്രശ്നം പറഞ്ഞു. ഇവര് പറഞ്ഞത് കത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ നാട്ടിലെ പെൻഷൻ മേടിക്കാത്ത ക്ഷേമനിധി പെൻഷൻ ഇവര് പറഞ്ഞത് സരി വന്നപ്പോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെ പറ്റി പറഞ്ഞു, കേന്ദ്ര സർക്കാരിനെ പറ്റി പറഞ്ഞു. KPM-ൽ രണ്ടു കൂട്ടരും കൂടി ഒരു ട്രോളി ബാഗിന്റെ കഥയും കൊണ്ടുവന്ന് CJP-യുടെ ഒരു നാടകം നടത്തിക്കൊണ്ടുപോയി. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി ഇതുവരെ ഈ നിമിഷം വരെ എവിടെയാണ് ഇവർ രാഷ്ട്രീയം പറഞ്ഞത്, എവിടെയാണ് ഇവർ വികസനം പറഞ്ഞത്? പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളാണ്. ഇദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ CPM ഒന്നാം സ്ഥാനത്തേക്ക് വരുമെന്നാണ്. കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 25-26% വോട്ട് മാത്രമുണ്ടായിരുന്ന ആളുകളാണ് ഇവിടുത്തെ CPM എന്ന് പറയുന്നത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് എന്നിട്ടാണ് ഇപ്പോ കൊമ്പും കുഴലും കൊടച്ചക്കരം ചിഹ്നത്തിൽ മത്സരിച്ച് ഒന്നാമത് പോകുമെന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഇവിടെ MN കൃഷ്ണദാസിനേക്കാളും ഇവരുടെ കഴിഞ്ഞ തവണ മത്സരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന നമ്മുടെ അദ്ദേഹത്തിന്റെ പേരെന്താണ്, നമ്മുടെ അല്ലല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി വിജയരാഘവൻ. അതെ, കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഈ സംസ്ഥാനത്തിനകത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. വർഗീയ ചുവയോടുകൂടി പരാമർശം നടത്തിയിരുന്ന ആ വിജയരാഘവൻ അടക്കം വരുന്ന ആളുകൾ ഇവിടെ മത്സരിപ്പിച്ചിട്ട് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ജയിക്കാത്തൊരു തെരഞ്ഞെടുപ്പ് സരിനെ മത്സരിപ്പിച്ച് ജയിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇടവേള എടുത്തതിന് ശേഷം നമുക്ക് രാഷ്ട്രീയ തർക്കത്തിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു ഇടവേള എടുത്തതിന് ശേഷം വന്ന ജനങ്ങളുടെ ചോദ്യത്തിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ ഒരു ഇടവേള. വീണ്ടും നമ്മൾ ചർച്ചയിലേക്ക് പോകുമ്പോൾ എന്താണ് ഈ പാലക്കാട്ടെ ജനങ്ങൾക്ക് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന ചോദ്യങ്ങൾ ആർക്കാണ് ആദ്യ ചോദ്യം? അല്ല, അതിനു മുൻപ് ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. ഒരൊറ്റ കാര്യത്തിന് ചേട്ടാ വോട്ട് ചെയ്യുവാണ്. ഒറ്റ ചോദ്യത്തിന് ഇദ്ദേഹം നേരത്തെ പറഞ്ഞു കത്തിനെ കുറിച്ച്. ഈ കത്ത് ഒരു സുപ്രഭാതത്തിൽ DCC ഓഫീസിലെ മേശവലിപ്പിനകത്ത് നിന്ന് അയ്യോ ഞാൻ ഇത്രയും നേരം ഇതിനകത്തിരുന്നല്ലേ, ഇനി കുറച്ചു നേരം മാധ്യമങ്ങളുടെ കയ്യിൽ പോയി ഇരിക്കാം എന്ന് പറഞ്ഞ് മാധ്യമ ഓഫീസിലേക്ക് തനിയെ ഇറങ്ങിപ്പോയ കത്തല്ല. ഈ പാലക്കാട് ജില്ലയിലെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ AICC നേതൃത്വത്തിന് അയച്ച കത്താണ്. ആ കത്തിലൂടെ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വമാകെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ
MP ഉൾപ്പെടെ ഈ നാടിനകത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാകെ ഈ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും അവരുടെ സന്ദേശം വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സതീശൻ വോട്ടിൽ നിന്ന് അത് 25% വോട്ടിൽ നിന്ന് 40% വോട്ടുള്ള കോൺഗ്രസിനെ നിങ്ങൾ ഈ നിയോജകമണ്ഡലത്തിൽ ഏത് രീതിയിൽ പരാജയപ്പെടുത്തുമെന്നാണ് ആർഷോ വിശ്വസിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നത്? ഇതിലും വലിയ കണക്കണ്ടി നിങ്ങളെ വട്ടിയൂർക്കാവിലിരുന്നല്ലേ? ഇതിലും വലിയ കണക്കണ്ടി നിങ്ങൾ വട്ടിയൂർക്കാവിലിരുന്നല്ലേ? ഈ മുനിസിപ്പാലിറ്റിയിൽ പിരായിരി പഞ്ചായത്തിൽ സമാനമായ നിലയിൽ ചോദ്യം സ്ഥാനാർത്ഥിയാണ് ചോദിക്കുന്നത് അല്ലേ? അതെ സാർ ഞാനിവിടെ ജനശക്തി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. ഈ മണ്ഡലത്തിൽ 251 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും കൂടിയാണ്. എന്താ 251 3 പേരുടെ ഡിവൈഡ് കഴിഞ്ഞാൽ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ വന്നു കഴിഞ്ഞാലും 3 പേരുടെ ഭിന്നിപ്പും തമ്മിത്തല്ലും കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ 3 മുന്നണികളുടെ വോട്ടും എനിക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ജയിച്ചു നിൽക്കുന്നത്. സാർ എനിക്ക് ഈ 2 പേരോടും UDFോടും BJPയോടും ഉള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 വർഷക്കാലം മുനിസിപ്പാലിറ്റി ഭരിച്ച BJPയോടും 13 വർഷക്കാലം MLA ആയി ഭരിച്ചിട്ടുള്ള UDFോടുള്ള ചോദ്യം, നിങ്ങൾ ചെയ്ത വികസനത്തിന്റെ കാര്യങ്ങൾ ഓരോന്നായിട്ടൊന്ന് പറയണം സാർ. അതുകൂടാതെ ഈ കർഷകരുടെ പെൻഷൻ ആയിക്കോട്ടെ, ക്ഷേമനിധി ആയിക്കോട്ടെ, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഭരിക്കുന്ന ആർഷോ ചേട്ടനൊന്ന് പറയണം. പിന്നെ ആർഷോ ചേട്ടനോട് വീണ്ടും ഒരു ചോദ്യം, സ്നേഹം കൊണ്ടാണ്, നമ്മൾ ഒരു ദേഷ്യമില്ല. ഒരു സിദ്ധാർത്ഥി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ സാർ 3 ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാതെ തല്ലിക്കൊന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ കൊന്നിട്ട് ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഈ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്ത് നേട്ടമാണ് സാർ ഉള്ളതൊന്നും കൂടി പറയണം. ഇനിയും കുറെ ഈ ചോദ്യത്തിന് ഒന്ന് ഉത്തരം പറയട്ടെ, എന്നിട്ട് പറയൂ പെട്ടെന്ന്. MLAയുടെ ഭരണം എല്ലാം ഒന്നും പറയാൻ സമയമില്ല, നമുക്കൊരു എല്ലാ വികസനങ്ങളും പറയാൻ സമയമില്ല. ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക. ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ആരംഭം കുറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശ്രീ ഷാഫി പറമ്പിൽ MLA ആയിരുന്ന കാലഘട്ടത്തിൽ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ. അതൊരു സാംസ്കാരികമായ ഒരു മുന്നേറ്റം കൂടിയാണ്. കേവലം ഒരു വികസന പ്രവർത്തനം മാത്രമല്ല, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് MBBS പഠിച്ചിറങ്ങുമ്പോൾ പട്ടികജാതി സമുദായത്തിൽ നിന്ന് 70ഓളം വരുന്ന വിദ്യാർത്ഥികൾ അവിടെ MBBS പാസ്സായി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശ്രീ ഷാഫി പറമ്പിൽ MLA അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം UDFന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന വികസനമാണ്. 8.099 കോടി രൂപ ചെലവഴിച്ച് ഇവിടെ പാലക്കാട് KSRTC ഡിപ്പോ പൂർണ്ണമായും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് പൂർത്തീകരിച്ച ഒരു പദ്ധതിയാണ്. എത്രയോ കാലം ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് സജീവമായി ഇടപെടൽ നടത്തേണ്ടതായി വന്നു. MLA എന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അനാസ്ഥക്കെതിരായി സമരം പോലും നടത്തേണ്ടതായി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് പൂർത്തീകരിച്ചത് ശ്രീ ഷാഫി പറമ്പിൽ MLAയുടെ കാലഘട്ടത്തിലാണ്. ഇവിടെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് ഉൾപ്പെടെ 100 ആരംഭിച്ചത്, കേരള സിവിൽ സർവീസ് അക്കാദമി, ഫോക്ലോർ അക്കാദമി ഉൾപ്പെടെയുള്ള പരിപാടികൾ ആരംഭിച്ചത് ഇവിടെ പാലക്കാട് ജില്ല ഈ നിയോജകമണ്ഡലത്തിലെ പിരായിരി, മാത്തൂര്, കണ്ണാടി പഞ്ചായത്തുകൾക്ക് അവിടെ സ്വന്തമായി കെട്ടിടമുണ്ടാക്കുന്നതിന് വേണ്ടി 40-50 ലക്ഷം രൂപ വീതം അനുവദിച്ചത്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്, 65ഓളം വരുന്ന PWD റോഡുകൾ, MLAയുടെ കീഴിൽ വരുന്ന റോഡുകൾ പണി പൂർത്തീകരിച്ചത് ഉൾപ്പെടെ എത്രയോ O രാജഗോപാൽ മന്ത്രിയായിരുന്നപ്പോൾ 2 മേൽപ്പാലങ്ങൾ പാലക്കാട് നൽകി. ഒന്ന് ടൗൺ റെയിൽവേ മേൽപ്പാലവും ചുണ്ണാമ്പുതറ മേൽപ്പാലവും. ആ മേൽപ്പാലം യാഥാർത്ഥ്യമായി പാലക്കാട് പൊള്ളാച്ചി റെയിൽപാത മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ഗേജായി. അതിലേക്ക് വരുന്ന പാലക്കാടിന്റെ ജീവനാടിയായിരുന്ന TB റോഡും ശൗന്ദര്യ ജംഗ്ഷനും വേർതിരിച്ചുകൊണ്ട് അവിടെ ഒരു മതിൽ വന്നു. അത് പരിഹരിക്കാൻ വേണ്ടി പാലക്കാട് മുനിസിപ്പാലിറ്റി 6 കോടി ചെലവിൽ ഒരു യന്ത്രഗോണി, ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിൽ 2 ജില്ലകളിൽ മാത്രമേ ഒരു പൊതുസ്ഥലത്ത് എസ്കലേറ്റർ സ്ഥാപിച്ചിട്ടുള്ളൂ. ഒന്ന് കോഴിക്കോടും ഒന്ന് പാലക്കാടുമാണ്. അതിൻ്റെ പദ്ധതി ആദ്യം ആരംഭിച്ചത് പാലക്കാടാണ്, പൂർത്തീകരിച്ചത് പാലക്കാടാണ്. ഇതൊക്കെ തന്നെയാണ് BJPയുടെ കൺമുന്നിൽ കാണുന്ന വികസനം. പാലക്കാടിന്റെ കച്ചവടത്തെ പരിപോഷിപ്പിക്കുന്ന ആ യന്ത്രഗോവണി ഞങ്ങളുടെ വികസനത്തിന് ഒരു ഉദാഹരണം മാത്രമാണ് എന്ന്. ശരി, ആർഷോയോട് ചോദിച്ചു ചോദ്യം SFI സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. സിദ്ധാർത്ഥിന്റെ മരണം തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുൻപ് നേരത്തെ പാലക്കാട് മെഡിക്കൽ കോളേജിനെ കുറിച്ചൊക്കെ പറയുന്ന നിലയുണ്ടായി. പാലക്കാട് മെഡിക്കൽ കോളേജ് UDF മിനിസ്ട്രി 2016 അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിന് നല്ല ബോധ്യം. നിങ്ങളെ കാലത്ത് നിങ്ങൾ തറക്കല്ലിട്ടിട്ടുണ്ട്, തറക്കല്ലിന്റെ മുകളിൽ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു. അതിനപ്പുറം രാത്രിയുള്ളതാണ്.
മറുപടിയാണ്. ഇത് രണ്ടാമത്തെ കോൺഗ്രസിനുള്ള മറുപടിയാണ്. ഇത് രണ്ടാമത്തെ കോൺഗ്രസിനുള്ള മറുപടിയാണ്. ശരി, ശരി, ശരി. കോൺഗ്രസിനുള്ള മറുപടിയാണ്. 2016 UDF മിനിസ്ട്രി ഇറങ്ങുമ്പോ ആ മെഡിക്കൽ കോളേജ് അംഗീകാരം ഉണ്ടായിരുന്നില്ല. ഒരു ട്യൂഷൻ സെന്റർ എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു മെഡിക്കൽ കോളേജ് ആയിരുന്നില്ല. ആ ക്യാമ്പസിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പഠിക്കുന്ന കോഴ്സിന് അംഗീകാരം ഉണ്ടായിരുന്നില്ല. കോഴ്സ് പൂർത്തീകരിച്ച് ഉമ്മൻചാണ്ടി മിനിസ്റ്ററുടെ കാലത്ത് പാലക്കാട് ഒരു മന്ത്രി ഉണ്ടായിട്ട് നിങ്ങൾ പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി എന്ത് ചെയ്തു? പറഞ്ഞു പൂർത്തീകരിക്കും. അഡ്മിനിസ്ട്രേഷന് വേണ്ടി, ആ മെഡിക്കൽ കോളേജിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി, ആ മെഡിക്കൽ കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടി UDF മിനിസ്ട്രി ആകെ അനുവദിച്ച തുക 29 കോടി രൂപ മാത്രമാണ്. 29 കോടി രൂപയ്ക്ക് 29 കോടി രൂപയ്ക്ക് ആകെ നിങ്ങൾ കെട്ടിയ ഒരു കല്ലുണ്ട്, അതിന്റെ മുകളിൽ ട്യൂഷൻ ഇതുവരെ 480 കോടി രൂപ ചെലവഴിച്ച് കെട്ടിപ്പൊക്കിയതാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. 480 കോടി രൂപ 480 കോടി രൂപ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കെട്ടിപ്പൊക്കിയതാണ് മെഡിക്കൽ കോളേജ്. അടുത്ത ചോദ്യം ചോദിക്കും. കഴിഞ്ഞ 15 ദിവസമായി പാലക്കാട് ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ RSSനെ പോലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോലെയുള്ള സംഘടനകൾ. ആ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പിന്തുണ വാങ്ങിക്കൊണ്ടാണ് UDF മത്സരരംഗത്തിറക്കുന്നത്. UDFന് അവരെ തള്ളിപ്പറയാൻ കഴിയുമോ? LDFന്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൂടി ഈ വിഷയത്തിൽ അറിയേണ്ടതുണ്ട്. ജനീഷ് പറയൂ. ചോദിച്ച പ്രവർത്തകൻ ഒരു LDF പ്രവർത്തകനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മുഴുവൻ പറയട്ടെ. വർഗീയത പറയുന്ന നടത്തുന്ന വർഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് UDFന് വേണോ വേണ്ടേ? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പാർട്ടി ഓഫീസിൽ പോയി ചോദിച്ചാൽ മതി. നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലെങ്കിൽ അത് പറയണം. SDPയുടെ വോട്ടും വേണ്ട. BJPയുടെ വോട്ടും വേണ്ട. BJPയുടെ വോട്ടും വേണ്ട. RSSന്റെ വോട്ടും വേണ്ട. SDPയുടെ വോട്ടും വേണ്ട. ആളെ കൊല്ലുന്ന ക്രിമിനൽ രാഷ്ട്രീയ പാർട്ടിയായ ക്രിമിനൽ രാഷ്ട്രീയ പാർട്ടിയായ CPMന്റെ വോട്ടും വേണ്ട. പക്ഷേ ഈ പറയപ്പെടുന്ന പാർട്ടികളിലെ ഏതെങ്കിലും കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കേരളത്തിലെ 138 MLAമാര്, അതായത് 2 സ്ഥലങ്ങളിൽ MLAമാർ നിലവിലില്ല. ഈ 138 പേര് ഒന്നിച്ച് ഒരു പ്രമേയത്തിൽ ഒപ്പിട്ടു. എന്ത് പ്രമേയമാണെന്ന ഈ പ്രമേയത്തിൽ ഒപ്പിട്ട MLAമാർക്ക് പോലും വ്യക്തതയുണ്ടോ? കാരണം വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രമേയമായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കേരളത്തിലെ സാധാരണക്കാരെ ഇതെങ്ങനെ ബാധിക്കുമെന്ന വ്യക്തമായി ചർച്ച ചെയ്തിട്ടാണോ നിങ്ങൾ ഈ പ്രമേയത്തിൽ ഒപ്പിട്ടത്? ഈ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ആളുകളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതോടൊപ്പം കേരളത്തില് ഇതിനു മുമ്പ് 140 MLAമാരും ഒന്നിച്ചിവിടെ ഒപ്പിട്ടൊരു പ്രമേയം ഉണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ, അബ്ദുൽ നാസർ മദനിയെ കർണാടകത്തിലെ ജയിലിൽ നിന്നും കേരളത്തിലെ ജയിലിലേക്ക് മാറ്റണമെന്നും പറഞ്ഞൊരു പ്രമേയം ഈ 140 പേരും ഒന്നിച്ചൊപ്പിട്ടു. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ കാട്ടുമൃഗങ്ങൾ, പന്നികളും ആനകളും പോത്തുകളും ഒക്കെ ആക്രമിച്ച് ആളുകൾ മരിച്ചു വീഴുമ്പോൾ അതിനെതിരെ കേന്ദ്ര വന നിയമം ഒന്ന് ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞ ഒരു പ്രമേയം പാസാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? നിയമം ഭേദഗതി ചെയ്യേണ്ട ആരാ ചേട്ടാ? ആ വന നിയമം ഭേദഗതി ചെയ്യേണ്ടത് ആരാ? അല്ല, ഒന്ന് പറയൂ. ആ വന നിയമം ആരാ ഭേദഗതി ചെയ്യേണ്ടത്? ആരാ ഭേദഗതി ചെയ്യേണ്ടത്?
ആ വന നിയമം ചേട്ടാ ഒറ്റ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ആ വന നിയമം ലോക്സഭയിലും രാജ്യസഭയിലും ഇടതുപക്ഷത്തിന്റെ എംപിമാർ വളരെ കൃത്യമായ വനനിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആരാ ഭേദഗതി ചെയ്യണ്ടേ? ചേട്ടാ വളരെ വളരെ സിമ്പിൾ. ആരാ ഭേദഗതി ചെയ്യണ്ടേ? അല്ല ചേട്ടാ നമുക്കിതിൽ മാറ്റം ഉണ്ടാവണ്ടേ? നമുക്ക് മാറ്റം ഉണ്ടാവണ്ടേ? അല്ല നമുക്ക് മാറ്റം ഉണ്ടാവണ്ടേ? അല്ല നമ്മളെ അല്ല ഞാനും കുടിയേറ്റ മേഖലയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാനും ഈ വന്യജീവി ആക്രമണത്തിന്റെ വലിയ പ്രയാസങ്ങളൊക്കെ വളരെ വ്യക്തിപരമായി അനുഭവിക്കുന്ന മനുഷ്യനാണ്. അതിനകത്ത് നമുക്കൊരു മാറ്റം വേണ്ടേ? അല്ല നമുക്കൊരു മാറ്റം വേണ്ടേ? അല്ല ഞാൻ ചോദിക്കുന്നതേ വളരെ സിമ്പിളാ ചേട്ടാ. നമുക്കൊക്കെ അതിനകത്തൊരു മാറ്റം വേണം. നമുക്കൊക്കെ സമാധാനമായിട്ട് ജീവിക്കണം. നമ്മുടെയൊക്കെ കൃഷി സമാധാനമായി മുന്നോട്ട് കൊണ്ടുപോകണം. ആരാണ് ആ നിയമം ഭേദഗതി ചെയ്യേണ്ടത്? അല്ല ചേട്ടാ സിമ്പിളായിട്ട് ചുമ്മാ അല്ല ചേട്ടാ നമുക്ക് മാറ്റല്ലേ വേണ്ടേ? നമുക്ക് മാറ്റം വേണ്ടേ? ചേട്ടൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറ. അല്ല ചേട്ടൻ വളരെ സിമ്പിളായിട്ട് പറ. ആരാ ഭേദഗതി ചെയ്യണ്ടേ? അല്ല ഭേദഗതി ചെയ്യേണ്ട പാർട്ടിയോടെ ചേട്ടൻ എന്താ ചോദിക്കാരുന്നേ? അല്ല ഞാൻ ആ ചേട്ടനോടല്ലേ ചോദ്യം ചോദിച്ച ചോദിച്ചാണല്ലേ നിങ്ങൾ ബേജാറാവല്ലേ? അതെന്താ അവിടെ ചോദിക്കാൻ? ചോദിച്ച വളരെ പ്രസക്ത അല്ല ചേട്ടൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്താണ്. വന്യജീവി ആക്രമണം അല്ല ചേട്ടൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്താണ്. വന്യജീവി ആക്രമണം എന്റെ ചോദ്യം ചേട്ടാ വന്യജീവി ആക്രമണം ആ വന്യജീവി നിയമം ഭേദഗതി ചെയ്യേണ്ട ആളോട് ഭേദഗതി ചെയ്യേണ്ട രാഷ്ട്രീയ പ്രതിനിധിയോടെ എന്താ ചോദ്യം ഇല്ലാത്തതാ? അതിൽ പരിഹാരം ഉണ്ടാക്കേണ്ട ആളുകൾ വരാം. അതിൽ പരിഹാരം ഉണ്ടാക്കേണ്ട ആളുകൾ വരാം. പരിഹാരം ഉണ്ടാക്കേണ്ട ആളുകൾ വരാം. നിങ്ങളുടെ ചോദ്യം ആദ്യം ഉത്തരം പറയും. ഈ എംഎൽഎമാരെല്ലാം കൂടെ ക്ലാരിറ്റി വരുത്തിയതാ. എങ്ങനെ കാര്യത്തിൽ വരുത്തിയത്? ചേട്ടൻ പറഞ്ഞല്ലോ വന്യജീവി ആക്രമണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. നമുക്ക് വന്യജീവി നമുക്ക് ഈ വന്യജീവി ആക്രമണം തീരുമാനമാക്കിയിട്ട് വരാം. അത് ചോദ്യായിരുന്നില്ലേ? അത് ചോദ്യായിരുന്നില്ലേ? അത് ചോദ്യായിരുന്നില്ലേ? ചോദിച്ചതിന് മറുപടി പറയാതെ രണ്ടാഴ്ച മറുപടി പറയാതെ ചേട്ടന്റെ ചോദ്യം നിങ്ങൾക്ക് എന്താ ബേജാറ്? മൈക്ക് ശരി എല്ലാ വിഷയങ്ങളും ചർച്ച പറയാൻ ആർജവുമില്ല, തന്റെ ഇടമില്ല. വിഷയങ്ങളെ കുറിച്ച് മറുപടി രാഹുൽ ഒളിച്ചോടും ആഷ ഒളിച്ചോടും വന്യജീവിയുടെ ആക്രമണം വർഗീയവാദികളുടെ ആക്രമണം ഒരുപോലെ നേരിടേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് അപകടങ്ങളാണ് മുമ്പിൽ. ശരി നമുക്കൊരു ഇടവേള എടുത്തതിന് ശേഷം വലിയ ജനക്കൂട്ടമുണ്ട്, അവർക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്താം. ഇപ്പോ ഒരു ഇടവേള. നമ്മൾ വീണ്ടും നമ്മുടെ ചിഹ്നം ചർച്ച പുനരാരംഭിക്കുകയാണ്. കൂടുതൽ വ്യത്യസ്തമായ ചോദ്യങ്ങൾ വേണം. എവിടെ നിന്ന് ചോദ്യം? ആർക്ക് ചോദ്യം ചോദിക്കണം? ഇവിടെ മുനമ്പം വിഷയത്തില് ഇപ്പോ മതമേലധ്യക്ഷന്മാരെല്ലാവരും അവിടെ ചെന്ന് നിലപാട് വ്യക്തമാക്കിയിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ വിമർശനം പറയുന്നുണ്ട്. അപ്പോൾ ഇടത് സർക്കാരും കേന്ദ്രത്തിന് BJPയും ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടികളും ഇതിനോട് എന്താണ് നിലപാട്? അത് ആരും വ്യക്തമാക്കുന്നില്ല. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് 23 ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ചർച്ചയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രഹസനമല്ലേ? കഴിഞ്ഞില്ലേ? അതുകൊണ്ട് മൂന്ന് മുന്നണികളും ഈ സഭാ മേലധ്യക്ഷന്മാർ അവിടെ വന്നിട്ട് മതവിദ്വേഷം പുലർത്തുന്ന രീതിയിലാണ് അവരുടെ പ്രസംഗങ്ങളും. ഞാൻ സഭാവിശ്വാസിയാണ്, എന്നാൽ മതവിദ്വേഷം വളർത്തുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അവിടെ നടത്തുന്നത്. അങ്ങനെ നടത്തുന്നത് കൊണ്ട് രാഷ്ട്രീയക്കാർ മെത്രാന്മാരുടെ ഹൗസിൽ പോയി അവർ കാണുന്നുണ്ട്, അവർ പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എന്താണ് നിലപാടെന്ന് വ്യക്തമാക്കുന്നില്ല. ശരി, മുനമ്പം വിഷയത്തിൽ എന്താണ് നിലപാട്? മുനമ്പം വിഷയത്തിൽ എന്താണ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലപാട് ഇതിനോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട് പൊതുസമൂഹത്തിന് മുൻപിൽ. അതിനകത്തൊരു തർക്കവും വേണ്ട. നിയമപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യരെയും എൻ്റെയും നിങ്ങളുടെയും ഭൂമിയിൽ നിന്ന് ഒരാൾക്കും
ഒരാൾക്കും പടിയിറക്കി വിടാൻ വേണ്ടി സാധ്യമല്ല. അങ്ങനെ പടിയിറക്കി വിടാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് വളരെ കൃത്യവും സ്പഷ്ടവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെന്റിന്റെയും നിലപാട്. അതിനകത്തെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അടിയന്തര ഒരു ജനങ്ങളെ ഒരു നിലയ്ക്കുമല്ല വളരെ കൃത്യമായി തന്നെ ചർച്ച നടത്തി അതിനകത്ത് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇനീഷ്യേറ്റീവ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് മാത്രമല്ല, ഇതിനിടയിൽ കടന്ന് കുളം കലക്കി എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകൾ അതിനകത്തുണ്ട്. പരമാവധി ആളുകൾക്കിടയിൽ സ്പർദ്ധ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിപുലമായ ശ്രമങ്ങൾ ചില കോണുകളിൽ നടക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങ് സൂചിപ്പിച്ച ആ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കുന്നതിന് വേണ്ടി. ശരി, ഓക്കെ, അടുത്ത ചോദ്യം. ഈ നാട്ടിലുള്ള RSSകാരെ പറഞ്ഞു. എനിക്ക് ഒരു ചോദ്യം BJP പ്രതിനിധിയോടാണ്. കേരളത്തിലെ 88ഓളം മുനിസിപ്പാലിറ്റികൾ ഉണ്ടല്ലോ. ഏറ്റവും മോശപ്പെട്ട മുനിസിപ്പാലിറ്റി പാലക്കാട് നഗരസഭ മുനിസിപ്പാലിറ്റി, നാറ്റക്കുറം മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ കിടക്കുന്നത്. മൂക്ക് പോത്താണ്ട് വലിയങ്ങാടിയിൽ മൂത്തന്തറയിൽ പോകാൻ കഴിയില്ല. ഇത് നന്നാക്കാൻ കഴിയാത്തവരാണ് പാലക്കാട് മണ്ഡലത്തിൽ നന്നാക്കാൻ പറ്റുക. ഇത് നന്നാക്കൂ. ഇത് ഞാൻ പാലക്കാട്, ഇതൊക്കെ സകല ആൾക്കാർ പുറത്തത്തെ ആൾക്കാർ, ഞാൻ പാലക്കാട്ടിൽ വോട്ടുള്ള ആളാണ്. അത് നന്നാക്കൂ. ഇവിടെ നടക്കാൻ എൻ്റെ ഉറ്റ സുഹൃത്ത് BJP-ക്കാർ പോലും എന്നോട് ഫോണിലൂടെ പേഴ്സണായിട്ട് പറയുന്ന കാലമാണിത്. ശരി. ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കാൻ പറ്റാത്ത ആളുകളാണോ ഒരു മണ്ഡലം ഭരിക്കുക? ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഒന്നാം ഭരണസമിതിയുടെ വിജയം തന്നെയാണ് രണ്ടാം ഭരണസമിതിക്ക് കിട്ടിയിട്ടുള്ള വിധിയെഴുത്ത്. അത് ചരിത്രമാണ്. ഇത്രയധികം CPM-ന്റെ അവസ്ഥ എന്താ? ഒറ്റ അക്കത്തിലേക്ക് പോയി. ഇവരുടെ അവസ്ഥ എന്താ? ഇവരുടെ പലരും വിമതന്മാരായിട്ടാണ് ജയിച്ചു വന്നത്. ഔദ്യോഗിക പാനലിലുള്ള 2 പേർ വിമതന്മാരായി ജയിച്ചു വന്നവരാണ്. തീർച്ചയായും ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതുകൊണ്ട്, ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിച്ചതുകൊണ്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് പാലക്കാട്ടെ ജനത ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയെഴുത്ത് തന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ വോട്ട് വിഹിതം പരിശോധിക്കൂ. NDAക്ക് 50,000 വോട്ടാണ് പാലക്കാട് നിയോജകമണ്ഡലത്തിലുള്ളത്. ശ്രീധരൻ സാർ മത്സരിച്ചപ്പോൾ മാത്രമല്ല, അതിന് മുന്നേ തന്നെ വ്യക്തമായ ജനവിധി, വ്യക്തമായ മുൻതൂക്കം. ഇവർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇവരാണ് ഇത്തരം ക്യാപ്സ്യൂളുകളുമായിട്ട് വരുന്നത്. ശരി, ചോദ്യം. നിങ്ങളെ കണക്കും കെട്ടുപിടി. ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ 2 കൂട്ടരോടും CJP-യോടാണ്. ഇവിടെ രാഷ്ട്രീയം, ഇവിടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യില്ല. നമ്മൾ നേരത്തെ സിദ്ധാർത്ഥിന്റെ മരണം ചോദിച്ചപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു. രൂപയുടെ നാണയം താഴോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഹലാൽ എന്ന് പറയും. മറ്റു പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടി വിവാദം പറയും. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിക്കാനും നിങ്ങളുടെ ഭരണ പരാജയം മറച്ചുവെക്കാനുമാണ് ഇത്തരം പെട്ടി വിവാദവും കത്തു വിവാദവും തുപ്പൽ വിവാദവും നിങ്ങൾ ഒരുമിച്ച് തോളോട് തോൾ കൈയിട്ട് ഉണ്ടാക്കുന്നത്. അത് പാലക്കാട് ജനങ്ങൾ തിരിച്ചറിയുമെന്നതിൽ യാതൊരു സംശയമില്ല. ശരി, പറയൂ. കോൺഗ്രസ് ജനതാ പാർട്ടിയോടാണ്, CJP-യോടാണ്. CJP എന്ന് പറയുന്ന ഒരു പരാമർശം ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ നമ്മുടെ KPM ഹോട്ടലിൽ അങ്ങുൾപ്പെടെയുള്ള ആളുകളൊക്കെ കണ്ടതാണല്ലോ. ആർഷോ ആരാണ്, യുവമോർച്ചയുടെ നേതാവ് ആരാണ് എന്നൊന്നും മനസ്സിലാകുന്നുണ്ടായില്ല. 6 അല്ല 12 ഷോ വരെ പുള്ളി അവിടെ നടത്തി കാണിക്കുകയും ചെയ്തു. അന്നൊക്കെ ആർഷോ അല്ല 12 ഷോ വരെ നടത്തിയ ആളാണ്. നേരത്തെ ഒരു സഹോദരനോട് ചോദിച്ചു, ആ കാര്യത്തെ പറ്റി സ്കിപ്പ് ചെയ്തു പോയി. അദ്ദേഹം വഖഫുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചു. ആ വിഷയത്തിലെ തീരുമാനം വൈകുന്നത് ആർക്ക് വേണ്ടിയാണ്? തീരുമാനം വൈകിപ്പിക്കുന്ന ആരാണ്? ഇവിടെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനം എടുക്കേണ്ടത് ഏത് മുന്നണിയാണ്, ഏത് ഭരണ സംവിധാനമാണ്? ഈ ഭരണ സംവിധാനമാണല്ലോ. എന്തുകൊണ്ട് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ വൈകിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിനകത്ത് BJP-ക്ക് ഒരു സുവർണാവസരം ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഇടത് മുന്നണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ആളുകൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാടുള്ള ജനങ്ങളെ സംബന്ധിക്കുന്ന ബാധിക്കുന്ന വിഷയങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ പോലും BJP-യുടെ പ്രവർത്തകർ വന്നുകൊണ്ട് ചോദിക്കുന്നത് ആ വിഷയത്തെ മുൻനിർത്തി ചോദിക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതും കേരളത്തിലെ CPM തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്, ഇത് CJP എന്ന് പറയുന്ന ഒരു സംവിധാനമായി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഈ 2 പ്രസ്ഥാനങ്ങൾ കൂടി ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമല സമയത്തുണ്ടാക്കിയ സുവർണാവസരം ഒരുക്കി കൊടുത്തതുപോലെ ഇവിടെ കേരളത്തിനകത്ത് തൃശ്ശൂരിൽ തൃശ്ശൂരിൽ BJP-ക്ക് ജയിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തതുപോലെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് എന്നുള്ള കാര്യം ഇവിടെ സംസാരിക്കാൻ സാധിക്കില്ല. ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ 5% വരുന്ന ക്രിസ്തീയ സമൂഹത്തിന്റെ ജനങ്ങളുണ്ട്.
അവരോട് നിങ്ങൾ മാപ്പ് ഞങ്ങൾ പറ. പറഞ്ഞത് ഈ പ്രമേയം അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? അമാന്തരികമായിട്ടുള്ള 95 വകുപ്പുകൾ അതിനുള്ള ശാസ്ത്രീയമായ പരിഹാരമല്ല നിർദ്ദേശിക്കുന്നത്. 2024 ഭേദഗതി പിന്തുണയ്ക്കാൻ പാർലമെന്റിലെ ആ ഭേദഗതിയെ പിന്തുണയ്ക്കാൻ ഇടതുവശവും വലതുവശവും തയ്യാറുണ്ടോ? എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പാർലമെന്റിൽ പിന്തുണയ്ക്കുമോ? ഈ ഭേദഗതി ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ JPC ചർച്ചയുണ്ട്. ഈ ഭേദഗതിയെ നിങ്ങൾ പിന്തുണയ്ക്കുമോ? അത് പറ. ശരി അഭിലാഷേ, ഈ CJP എന്നുള്ളത് ഇന്നലെ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ നാട് മുഴുവൻ കാണാൻ 3 ആളുകൾ ഇരിക്കുകയാണ്. ഒരറ്റത്തിരിക്കുന്ന ആള് ഗോൾവാൾക്കറുടെ ചിത്രം എപ്പോ കണ്ടാലും ഒപ്പം ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന ഒരാള് ഈ അറ്റത്തിരിക്കുന്നു. ഇപ്പുറത്തറ്റത്ത് ശാഖയ്ക്ക് പണ്ട് കണ്ണൂര് കാവല് നിൽക്കാൻ വേണ്ടി പോയത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ അധ്യായമായി ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന ഒരാള് ഇപ്പുറത്തിരിക്കുന്നു. നടുക്ക് മുസ്ലിങ്ങളുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് കൊല്ലണം എന്ന് പറഞ്ഞൊരാൾ നടുക്കിരിക്കണം. സ്വാഭാവികമായും ഇതിലേക്ക് നോക്കുന്ന ആളുകൾക്ക് CJP എന്നുള്ളത് കോൺഗ്രസ് ജനതാ പാർട്ടി എന്നേ വായിക്കാൻ വേണ്ടി കഴിയും. CJP എന്നാൽ കോൺഗ്രസ് ജനതാ പാർട്ടി എന്ന് നാട്ടിലെ ജനത വിചാരിച്ചാൽ അതിനകത്ത് തെറ്റ് വരാൻ വേണ്ടി കഴിയില്ല. നേരത്തെ അങ്ങ് ചോദിച്ചൊരു ചോദ്യം, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. മറുപടി വേണ്ട. സിദ്ധാർത്ഥിന് മറുപടി വേണ്ട. രാജന്റെ ഭരണത്തിന് മറുപടി വേണം. മറുപടി വേണം. പറഞ്ഞു പോ. മറുപടി വേണം. എല്ലാ വിഷയങ്ങളും ഇപ്പൊ പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ് ഹർഷോ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടാളും നിങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്. ഞാനൊരു ഒരു ചാലഞ്ചാണ് എഴുതി അഭിലാഷിന്റെ കൈ കൊടുക്കും. രാഹുൽ മാൻകൂട്ടത്തിൽ വിജയിച്ചില്ലെങ്കിൽ ശിവരാജ് ശർമ്മ ഞാൻ ഇതുവരെ ഞാൻ മുട്ടയടിച്ചിട്ടില്ല. പരസ്യമായി 23-ാം തീയതി അഭിലാഷ് വിളിച്ച സ്ഥലത്ത് ഞാൻ മുട്ടയടിക്കാം. പരസ്യമായി ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഉണ്ടായിരുന്ന സന്ദീപ് പേര് ഞങ്ങളുടെ കൂടെയാണ്. സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ. ഞങ്ങൾ പറയുന്നത് പരസ്യമായി അഭിലാഷിന്റെ കയ്യിൽ എഴുതി കൊടുക്കുകയാണ്. എന്റെ ഫോൺ നമ്പർ ഉണ്ട്, എന്റെ ഫോൺ നമ്പർ ഇതിലുണ്ട്. അഭിലാഷ് ശിവരാജേഷിനെ വിളിക്കണം. 23-ാം തീയതി എപ്പോ വിളിച്ചാൽ റിസൾട്ട് വന്ന ഉടനെ മുട്ടയടിക്കാൻ പാലക്കാട് ജില്ലയിലെ ചില പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കള് വേറെയും വെച്ചുവെച്ചിട്ടുണ്ട്. രാഹുൽ എങ്ങാൻ ജയിച്ചാൽ മുട്ടയടിക്കാൻ തല എന്ന് വെച്ചുവെച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളെ എന്നാൽ ഈ വെട്ടി നമ്മൾ എടുക്കുകയാണ് എന്നുള്ളത് അങ്ങയുടെ അറിവിലേക്ക് ഞാനും പറഞ്ഞു. ഇന്നലെ K. സുരേന്ദ്രൻ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഇവിടെ പരാജയപ്പെട്ടാൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കുമോ? ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? 2 കാര്യത്തിന് മറുപടി പറഞ്ഞു. നേരത്തെ ഇപ്പൊ സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് കടന്നു വന്നതിനെ സംബന്ധിച്ചിട്ടാണ് ആർഷോ നേരത്തെ സൂചിപ്പിച്ചതെങ്കിൽ സന്ദീപ് വാര്യർ 2 സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നു. അതിലൊന്ന് നമ്പർ 1 സഖാവാണ്. ആര് പറഞ്ഞതാ? AK ബാലൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് മുഴുവൻ പറയട്ടെ. ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള നേതാവായി മാറിയിരിക്കും. നമ്പർ 1 കോമ്രേഡായി മാറിയിരിക്കും. ഞങ്ങൾ കണക്കാക്കിയത് ഇത് ആർഷോന്റെ പാർട്ടി കൊടുക്കുന്ന പോലെ വ്യാജ സർട്ടിഫിക്കറ്റ് അല്ല AK ബാലൻ കൊടുത്തെന്നാണ്. അദ്ദേഹം കൊടുത്ത നല്ല ജനുവനായ സർട്ടിഫിക്കറ്റ്. ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് AK ബാലനാണ്. നിലപാട് കേട്ടോ. ഇപ്പൊ CPM നിലപാട് കേട്ടോ. ആർഷോന്റെ സന്ദീപിന്റെ പുറകെ നടന്നില്ലേ? സന്ദീപിന്റെ പുറകെ നടന്നില്ലേ? ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അപജയമാണ്. ഒരു നാണയത്തിന്റെ 2 മുഖങ്ങളാണ്. എന്തേറെ മുഖച്ചു പോയ തരുണും സന്ദീപും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഇവർ പറയുന്നത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ജനങ്ങളെ ഭരിക്കാനും വേണ്ടി എന്ന് പറയുന്ന സരിന്റെ മറ്റൊരു മുഖമാണ്. കൂടുതൽ ചോദ്യങ്ങൾ എടുക്കാം. ഒരു ഇടവേള എടുത്ത ശേഷം തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലും വയനാടും പാലക്കാടും UDF വിജയിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കും. ഹലോ നേരിട്ട് തന്നെ പറഞ്ഞുതരാം. അങ്ങ് വളരെ വാചാലനായല്ലോ സന്ദീപ് വാര്യരുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച്. സന്ദീപ് വാര്യരെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്. പറയാം സാറേ പറയട്ടെ. അല്ല
അല്ലേ ഞാൻ 3 പേരുടെ കാര്യം പറഞ്ഞപ്പോ അങ്ങ് ഒരാളുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് മാത്രമാണല്ലോ പറഞ്ഞേ. സതീശന്റെ സുധാകരന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് എടുത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാൻ തൽക്കാലം നമുക്ക് ഒരൊറ്റ ഇടവേളയ്ക്ക് ശേഷം ഈ തർക്കം തുടരും. യെസ്, നമ്മൾ വീണ്ടും നമ്മുടെ ചിഹ്നത്തിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ്, വളരെ വാശിയേറിയ ചർച്ചയും. ചോദിച്ചോ. കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കണത്, കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടാക്കിയത് കരുണാകരനാണ്. ആ കരുണാകരന്റെ കരുണാകരനാണ് കേരളത്തിൽ കോൺഗ്രസ് വളർത്തിയത്. ആ അന്ന് ഏകാന്റിനെയും കരുണാകരനും കൂടെ ഇന്ദിരാഗാന്ധിനെ കൂടെ നിന്നത് ഇന്ദിരാഗാന്ധിയുടെ കരുണാകരനാണ്. അന്ന് 9 സീറ്റ് ഉണ്ടായിരുന്ന കരുണാകരന് രണ്ടാമത് ഇലക്ഷൻ വന്നപ്പോൾ 72 സീറ്റ് പിടിച്ച കരുണാകരൻ, ആ കരുണാകരൻ്റെ മകളിന് ഭാര്യനെ ഈ ഇന്നത്തെ നിങ്ങളെ മാങ്കൂട്ടം എന്നാ പറഞ്ഞത്? ശരി ശരി ശരി. കെ കരുണാകരന്റെ മകളെ ഭാര്യയെ അപമാനിച്ചു. കെ കരുണാകരന്റെ ഭാര്യയെ അപമാനിക്കുന്ന ഒരു പരാമർശവും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് ശ്രീ കെ മുരളീധരൻ. അത് കെ മുരളീധരൻ നടത്തിയിട്ടില്ല. അങ്ങനെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുമില്ല. ഇവിടെ മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കെ കരുണാകരൻ ഉൾപ്പെടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു. അയാൾ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കഥകൾ മാത്രമാണ്. കേരളത്തിലെ ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പാടും. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന കാലഘട്ടം അറിയപ്പെടുന്ന ഒരു യുവ നേതാവാണ്. ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു പദപ്രയോഗം അടുത്ത കാലത്ത് എങ്ങാനും കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? എത്ര മ്ലേച്ഛമായിട്ടാണ് അവർ ഒരു സ്ത്രീയെ വിശേഷിപ്പിച്ചത്? അത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായിട്ട് രാഹുലിന്റെ പരാമർശം കിടക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഓന്ത് തൂങ്ങി വരിക്കുക എന്നുള്ള കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ബി.ജെ.പി. അതെ, കോൺഗ്രസ് പ്രവർത്തകരാണ് ചോദിച്ചത്. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ വേദനയാണ് ഇവിടെ പങ്കുവച്ചത്. നിങ്ങൾ അതിന് വില നൽകേണ്ടി വരും. കോൺഗ്രസിന് തീരുമാനിക്കാൻ. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പോ ഈ പരാജയത്തെ അനുബന്ധിച്ച് ഇപ്പോ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ഈ ഇതിൽ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിനാണെന്ന്. അതേപോലെ തന്നെ ഈ 3 നിയമസഭാ മണ്ഡലത്തിലെയും ലോക്സഭാ മണ്ഡലത്തിലെയും ഇലക്ഷന്റെ ഉത്തരവാദിത്തം, തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കുമോ? ശരി, മുഖ്യമന്ത്രി രാജിവെക്കുമോ? പെട്ടെന്ന്. 2016 സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കാലഘട്ടം തൊട്ടേ നിങ്ങളുടെ ചോദ്യമാണ് മുഖ്യമന്ത്രി രാജിവെക്കുമോ എന്നുള്ളത്. അങ്ങനെ രാജിവെപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കുറെ നടന്നു. 2021 എത്തിയപ്പോ അങ്ങനെ രാജിവെപ്പിക്കാൻ നടന്ന രമേശ് ചെന്നിത്തല ഞങ്ങൾ രാജിവെപ്പിച്ചിട്ട് പുതിയ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്നു. പറയട്ടെ, ഈ നവംബർ 23-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ കേരളത്തിന് പുതിയൊരു പ്രതിപക്ഷ നേതാവിനെ കിട്ടും. ഞങ്ങളെ ചേലക്കരയും ജയിക്കും, പാലക്കാട് ജയിക്കും, പ്രതിപക്ഷ നേതാവിന്റെ കസേരയും ധരിക്കും. നിങ്ങൾ പുതിയ പ്രതിപക്ഷ നേതാവിനെ കണ്ടുപിടിക്കാൻ വിട്ടോ. ഒരു മിനിറ്റ് പ്രിയ സുഹൃത്തെ ആശോ, ഇവിടുന്ന് ഒരാൾ ചോദിച്ചു മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന് ചോദിച്ചു. 2016 മുതൽ 2024 എന്റെ ചോദ്യം കേൾക്ക്. 2016 മുതൽ 2024 ഈ നിമിഷം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ സാധാരണക്കാരൻ ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കുന്നില്ല? അതുകൊണ്ട് സാധാരണക്കാരന്റെ ഒരു ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രി രാജിവെക്കുമെന്നുള്ളത്. സാധാരണക്കാരൻ പ്രതിസന്ധിയിലുണ്ടായിരുന്ന കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. അവിടെ നിന്നും കേരളം എങ്ങനെ മാറി എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യം തരോ. അതെ, ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു കണക്ക് സൂചിപ്പിക്കാം. ഇവിടെ വേലക്കയറ്റമുണ്ടാകില്ല പത്രമായ നിങ്ങളുടെ സമയം പോയി, അവസാനത്തെ മിനിറ്റാണ്. കൃത്യമായും 23-നപ്പുറം നിങ്ങൾ പുതിയ എനിക്ക് പറയാനുള്ളത്, ഇവിടെ സാധാരണക്കാരന് നിത്യോപയോഗ സാധനങ്ങൾ വില വർധന പറയുന്നു, ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളിലെന്ന് പറയുന്നു. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തവണ LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇവിടെ UDF ആണ് കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നത്.
എനിക്ക് 65 വയസ്സ് 66 വയസ്സായി. ഞാനിന്നിപ്പോ 1600 രൂപ ഞാൻ പെൻഷനുമായി കൊണ്ട് ജീവിക്കുന്നു. അല്ല ഞാൻ പറയട്ടെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടെ UDF സർക്കാർ ഉണ്ടായിരുന്നു. 600 രൂപ 800 രൂപ പെൻഷനായിരുന്നു. ഞാൻ പറയട്ടെ 8 മാസം കുടിശ്ശികയായിരുന്നു. മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. നമ്മുടെ സമയം സമയം 1 മണിക്കൂർ സമയം പൂർത്തിയായി. നമ്മുടെ ചിഹ്നം പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് വിടവാങ്ങുകയാണ്. നാളെ പ്രചരണം അവസാനിക്കും. മറ്റന്നാൾ നിശബ്ദ പ്രചരണം പാലക്കാട് ബൂത്തിലേക്കാണ്. ചരിത്രം കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പിന് പാലക്കാട് സാക്ഷിയാകുമ്പോൾ പാലക്കാടിനോട് വിട പറയുന്നു.